നമസ്തേ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്ത് മറ നീക്കി പുറത്തു വരും. ഇത് വെറും ഒരു സിനിമാ ഡയലോഗ് മാത്രമല്ല. ഇതിപ്പോൾ പറയാൻ കാരണം സുഡാപ്പി സ്പോൺസേഡ് പാലത്തായി വ്യാജ പീഡനക്കേസിൽ പത്മരാജൻ മാസ്റ്റർക്ക് ഹൈക്കോടതിയുടെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ തെറ്റുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തു. നീതിദേവത കണ്ണു തുറക്കുമ്പോൾ നുണയുടെ കൊട്ടാരം പണിത് ആ കണ്ണു മൂടിക്കെട്ടിയ ഈ മുഖം നമ്മൾ മറക്കരുത്. നൌഫൽ ബിൻ യൂസഫ്, പാലത്തായ് കേസിന്റെ സൂത്രധാരൻ. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമ കേന്ദ്രത്തിലിരുന്ന് മതമൗലികവാദികൾക്ക് വേണ്ടി ഇയാൾ തയ്യാറാക്കിയ തിരക്കഥയാണ് പാലത്തായ് കേസ്. ഈ കേസിൽ പ്രതിയുടെ വാദം പ്രസക്തമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സത്യമേവ ജയതേ. പാലത്തായ് പോക്സോ ജിഹാദ്. 600 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, അതും പട്ടാപ്പകൽ, ശ്രീ സ്റ്റാലിൻ ദേവൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ ഇവയൊക്കെയാണ്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിയിൽ പ്രഥമ ദൃഷ്ട്യാ തെറ്റുണ്ട്. കുട്ടിയുടെ മൊഴികളിലെ കാര്യമായ വൈരുദ്ധ്യങ്ങളും തിരുത്തലുകളും. 600ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ള സാധ്യത. 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആളുടെ ജാമ്യത്തിലുമാണ് പത്മരാജൻ മാസ്റ്റർക്ക് ജാമ്യം അനുവദിച്ചത്. പാലത്തായ് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന അധ്യാപകനും BJP നേതാവുമായ കെ പത്മരാജൻ മാസ്റ്റർ ഇന്ന് പുറത്തിറങ്ങും. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തതോടെയാണ് പത്മരാജൻ മാസ്റ്ററുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത്. എന്നാൽ ഈ കോടതി ഉത്തരവ് ഒരു വ്യക്തിയുടെ ജയിൽ മോചനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വർഷങ്ങളായി വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദമായി തുടരുന്ന പാലത്തായ് കേസിൽ അന്വേഷണവും വിചാരണയും വിധിയും സംബന്ധിച്ച് ഉയർന്നിരുന്ന നിരവധി ചോദ്യങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഏറ്റവും ശ്രദ്ധേയമായത് വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃഷ്ട്യാ പിഴവുകളുണ്ടാകാമെന്ന നിരീക്ഷണമാണ്. അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും കൂട്ടിച്ചേർക്കലുകളെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളും കോടതി ഗൗരവത്തോടെ പരിഗണിച്ചു. കേസിന്റെ രേഖകളും മെഡിക്കൽ റിപ്പോർട്ടുകളും മറ്റ് സാഹചര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ കാമ്പുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തിയത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാമ്യം അനുവദിച്ചതോ ശിക്ഷ മരവിപ്പിച്ചതോ അന്തിമ കുറ്റവിമുക്തിയല്ല. അതുപോലെ തന്നെ വിചാരണ കോടതി ശിക്ഷിച്ചു എന്നത് മാത്രം കൊണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നുമില്ല. അന്തിമ അപ്പീൽ നടപടികളിലൂടെയാണ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ നിയമപരമായ അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്നാൽ ഹൈക്കോടതി തന്നെ വിചാരണ കോടതി വിധിയിലെ ചില വസ്തുതകളും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കുമ്പോൾ കേസിന്റെ മുഴുവൻ പശ്ചാത്തലവും വീണ്ടും വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 2020 മാർച്ച് 17 പാലത്തായ് UP സ്കൂളിലെ 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് കേസ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി. പ്രതിയായെന്നാരോപിക്കപ്പെടുന്ന പത്മരാജൻ മാസ്റ്ററെ BJP നേതാവായിരുന്നതിനാൽ തന്നെ കേസ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായി മാറി. ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ആരോപണങ്ങളും സാമൂഹ്യ സംഘടനകളുടെ ഇടപെടലുകളും കേസിന്റെ വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. പത്മരാജ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ തന്നെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന വാദമാണ് ഉയർന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആരോപണം. ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നത് കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കേസിന്റെ അന്വേഷണത്തിലും തെളിവുകളുടെ വിലയിരുത്തലിലും എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ച പ്രധാന വിഷയങ്ങളൊന്നും അതുതന്നെയാണ്. സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ സാഹചര്യങ്ങൾ പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും നിരന്തരം ഉപയോഗിക്കുന്ന ഭാഗത്താണ് സ്കൂൾ ശുചിമുറി സ്ഥിതി ചെയ്യുന്നതെന്നും ഹെഡ്മിസ്ട്രസിന്റെ മുറിക്ക് സമീപമുള്ള സ്ഥലമാണിതെന്നും പ്രതിഭാഗം വാദിച്ചു. ഏകദേശം 600 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിനിടയിൽ ആരോപിക്കപ്പെടുന്ന സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടന്നുവെന്ന വാദത്തിൽ സംശയമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ശുചിമുറിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങളും പ്രതിഭാഗം ഉന്നയിച്ചു. സംഭവത്തെക്കുറിച്ചുള്ള വിവിധ ഘട്ടങ്ങളിലെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന വാദവും മുന്നോട്ട് വന്നു. അതിജീവിതയുടെ മൊഴികളിൽ കാര്യമായ വൈരുദ്ധ്യങ്ങളും പിന്നീട് കൂട്ടിച്ചേർത്തതായി പോലും തോന്നിക്കുന്ന ഭാഗങ്ങളുണ്ടെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. കുട്ടിയുടെ മൊഴികളെ മാത്രം അടിസ്ഥാനമാക്കി കേസിന്റെ എല്ലാ വശങ്ങളും വിലയിരുത്തിയോ എന്ന ചോദ്യവും ഇതോടെ ഉയർന്നു. മെഡിക്കൽ തെളിവുകളും കേസിൽ പ്രധാനമാണ്.
ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കണ്ടെത്താനായില്ലെന്ന വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. തുടർന്നുള്ള പരിശോധനയിൽ കണ്ടെത്തിയ പരിക്കുകൾ അണുബാധയോ ചൊറിച്ചിലോ മൂലമുണ്ടായതാകാമെന്ന മെഡിക്കൽ വിശദീകരണം പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ തെളിവുകൾ, മൊഴികൾ, സാഹചര്യ തെളിവുകൾ എന്നിവ പരസ്പരം എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നത് ഏതൊരു ക്രിമിനൽ കേസിലും നിർണായകമാണ്. ഇതോടെയാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ വെറും സാങ്കേതിക വാദങ്ങളായി തള്ളിക്കളയാനാകില്ലെന്നാണ് കോടതിയുടെ പ്രാഥമിക നിരീക്ഷണം. അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, കേസിന്റെ സാഹചര്യങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ തുടങ്ങിയവ കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ടെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 പേരുടെ ജാമ്യവും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെയാണ് പത്മരാജൻ മാസ്റ്റർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പരാതിക്കാരി താമസിക്കുന്ന റവന്യൂ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നടക്കമുള്ള നിയന്ത്രണങ്ങളും കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജാമ്യം ലഭിച്ചതോടെ കേസ് അവസാനിക്കുന്നില്ല, നിയമ നടപടികൾ തുടരുകയാണ്. എന്നാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം മറ്റൊന്നാണ്. വർഷങ്ങളായി ഒരു വ്യക്തിയുടെ മേൽ പതിഞ്ഞിരിക്കുന്ന ഒരു കുറ്റാരോപണത്തിന്റെ സത്യാവസ്ഥ എന്താണ്? ഒരു ക്രിമിനൽ കേസിൽ കുറ്റം തെളിയിക്കേണ്ടത് സംശയാതീതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആരോപണം എത്ര ഗുരുതരമാണെങ്കിലും, രാഷ്ട്രീയ പശ്ചാത്തലം എത്ര ശക്തമാണെങ്കിലും, സമൂഹത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എത്ര വലിയ ധാരണ രൂപപ്പെട്ടാലും കോടതിയുടെ മുന്നിലുള്ള തെളിവുകളാണ് നിർണായകം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ കേസിന്റെ തുടർ നടപടികൾ നിർണായകമാകുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. പത്മരാജൻ മാസ്റ്റർ കുറ്റവിമുക്തനാണെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ ഈ ഉത്തരവ് അടിസ്ഥാനമാകില്ല എങ്കിലും, എന്നാൽ വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃഷ്ട്യാ പിഴവുണ്ടാകാമെന്നും മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അപ്പീൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ടുനിന്ന കേസിൽ സത്യം എന്താണെന്ന് എന്നത് ഒടുവിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം അതിന് ശിക്ഷ ഉറപ്പാക്കണം. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നിരപരാധി വർഷങ്ങളോളം കുറ്റവാളിയുടെ മുദ്രയുമായി ജീവിക്കേണ്ടി വരുന്നതും നീതിയല്ല. അതുകൊണ്ട് തന്നെ പാലത്തായി കേസിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആവശ്യം രാഷ്ട്രീയ പക്ഷപാതമില്ലാത്ത തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള നീതിയാണ്. ആരുടെ ഭാഗത്തായാലും സത്യം നിലനിൽക്കണം. തെറ്റായ തെളിവുകളും വൈരുദ്ധ്യമുള്ള മൊഴികളും ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ ഉപയോഗിക്കപ്പെടരുത്. അതേസമയം യഥാർത്ഥ ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുകയും അരുത്. പത്മരാജൻ മാസ്റ്റർ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ അതൊരു കേസിന്റെ അവസാനമല്ല, മറിച്ച് സത്യാന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കമാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് നിയമപരമായ മറുപടി ലഭിക്കേണ്ടതുണ്ട്. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുകളിൽ തെളിവുകളും നിയമങ്ങളും മാത്രം സംസാരിക്കട്ടെ. അവസാനം ജയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു വ്യക്തിയല്ല, ഒരു ആശയവുമല്ല, സത്യവും നീതിയും തന്നെയാണ്. പത്മരാജൻ മാസ്റ്റർക്കെതിരായ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ അതിന് നിയമപരമായ അന്തിമ തീർപ്പുണ്ടാകണം. ആരോപണങ്ങൾ തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നീതി പൂർണ്ണമായി ലഭിക്കുകയും വേണം. കോടതിയുടെ അന്തിമ വിധിയാണ് അതിന് ഉത്തരം നൽകേണ്ടത്. അതുവരെ ആരോപണത്തിന്റെയും വിധിയുടെയും ഇടയിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങളെ നിയമത്തിന്റെ കണ്ണിലൂടെ പരിശോധിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം. സത്യം വൈകിയേക്കാം, പക്ഷേ സത്യം പുറത്തു വരണം. നീതി വൈകിയേക്കാം, പക്ഷെ നീതി ജയിക്കണം. പാലത്തായി കേസിലും അന്തിമമായി തെളിവുകൾ സംസാരിക്കട്ടെ, നിയമം വിജയിക്കട്ടെ, സത്യം ജയിക്കട്ടെ. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്തുമൈ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.